സൂചി കുത്താനുള്ള പഴുത് കിട്ടിയാൽ അവിടെ തൂമ്പ കയറ്റുന്ന ഒരു സ്വഭാവം ഉള്ളവരാണ് നമ്മൾ ഇന്ത്യക്കാർ. പ്രത്യേകിച്ച് കേരളത്തിന് പുറത്തുള്ളവരെയാണ് അക്കാര്യത്തിൽ ഞാൻ കൂടുതലായിട്ട് പറയുന്നത്. കേരളീയർക്ക് അത്രയ്ക്ക് സാമർഥ്യമില്ലാന്ന് തോന്നുന്നു, കുറച്ച് പേടി കൂടുതലുണ്ട്. ഈ എന്തെങ്കിലും ഒരു ആനുകൂല്യം ഉണ്ടെങ്കിൽ അത് ദുരുപയോഗം ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഈ എയർപോർട്ടുകളിലെ വീൽ ചെയർ. നമ്മൾ ഒരു ഇന്ത്യയിലേക്കൊന്ന് പോകാൻ നോക്കുക, ആ എയർപോർട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ വീൽ ചെയറിൻ്റെ നീണ്ട നിരയാണ്. വീൽ ചെയർ ഇല്ലാത്ത ആളുകളില്ല എന്ന് പറയാം. ഇത്രയധികം ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർ, ഇത്രയധികം അംഗപരിമിതർ ഇന്ത്യക്കാരിലുണ്ടോ എന്ന് നമ്മൾ അതിശയം തോന്നിപ്പോവും. ചുരുക്കി പറഞ്ഞാൽ ആരോഗ്യ പ്രശ്നമൊന്നും ഉണ്ടായിട്ടല്ല. ഈ വീൽ ചെയറിൽ പോയാൽ പല സൗകര്യങ്ങളുമുണ്ട്. ഇമ്മിഗ്രേഷനിൽ പെട്ടെന്ന് ഇറങ്ങിപ്പോരാ, പെട്ടെന്ന് അവർ കയറ്റിവിടും. ആ വീൽ ചെയറിലുള്ള ആൾ മാത്രമല്ല, അയാളുടെ കൂടെ പോകുന്ന ആളുകൾക്കും പെട്ടെന്ന് ഇമിഗ്രേഷനൊക്കെ ചെയ്തു കൊടുക്കും, പെട്ടെന്ന് പോരാം. അതുപോലെ തന്നെ തിരിച്ചു വരുമ്പോഴാണെങ്കിലും അവരെ പെട്ടെന്ന് മുൻകൂട്ടി പറഞ്ഞു വിടും മുൻഗണനാക്രമത്തിൽ. അതുപോലെ തന്നെ ഈ പെട്ടി ബാണ്ടമൊക്കെ ഉണ്ടെങ്കിൽ അവിടെ വീൽ ചെയറുള്ള ആൾ കൂടി ഉണ്ടെങ്കിൽ ഈ പെട്ടിയും പാണ്ടങ്ങളും ഒക്കെ കൊണ്ട് കസ്റ്റംസ് അതിലൂടെ ഇറങ്ങിപ്പോരാനും എളുപ്പത്തിൽ അവരങ്ങ് പറഞ്ഞു വിടും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇതൊരു സൗകര്യമാണ് ആളുകൾക്ക്, ഈ സിസ്റ്റത്തെ ഒക്കെ ബീറ്റ് ചെയ്യാനായിട്ട് വരുന്ന ഒരു സൗകര്യം. അത് ഏറ്റവും വിദഗ്ധമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണല്ലോ ഇന്ത്യക്കാർ ഇത്രയധികം വീൽ ചെയർ ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ ഒരു മറുവശമുണ്ട്. ശരിക്ക് ആരോഗ്യ പ്രശ്നമുള്ളവർ അല്ലെങ്കിൽ അംഗപരിമിതർ അവർ വരുമ്പോൾ ചിലപ്പം വീൽ ചെയർ കിട്ടാത്ത അവസ്ഥ വരും. അപ്പോൾ അങ്ങനെ മറ്റാളുകൾക്ക് ബുദ്ധിമുട്ട് വരും. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്കാരുടെ നമ്മൾ വലിയ സംസ്കാരമാണെന്നൊക്കെ പറയും. പക്ഷേ ആകപ്പാടെയുള്ളൊരു കാര്യം, നമുക്ക് നമ്മുടെ കാര്യം മാത്രമേ നമ്മൾ നോക്കാറുള്ളൂ. മറ്റുള്ളവൻ എന്ത് കാര്യമായാലും, മറ്റുള്ളവൻ്റെ കാര്യം എന്തായാലും നമുക്ക് പ്രശ്നമല്ല. അപ്പോൾ ആ സിവിക് സെൻസ് വളരെ കുറവുള്ള ഒരു വിഭാഗമാണ് നമ്മൾ. അതിപ്പോൾ നമ്മൾ ഡൽഹിയിൽ പുക കൊണ്ട് ശ്വാസം മുട്ടുന്ന കാണുമ്പോൾ നമ്മൾ ഓർക്കാറുണ്ട്, ആ പഞ്ചാബിലെ ആ സ്റ്റബിൾ, അതായത് കരിമ്പിൻ്റെ ആ ചണ്ടിയൊക്കെ കത്തിക്കുന്നത് അതൊന്ന് കുറച്ചുകൂടെ, അല്ലെങ്കിൽ ദീപാവലിക്ക് പടക്കം പൊട്ടിക്കുന്നത് കുറച്ചുകൂടെ, ആ പ്രാണവായു കിട്ടാത്തൊരവസ്ഥ ഒഴിവാക്കേണ്ടതല്ലേ. പക്ഷെ അതൊന്നും നമ്മൾ ചെയ്യാറില്ല. ആ സിവിക് സെൻസ്, മറ്റുള്ളവർക്ക് എന്ത് സംഭവിക്കുന്നു അല്ലെങ്കിൽ പൊതുവായിട്ട് എന്ത് സംഭവിക്കുന്നു എന്ന് നമ്മളാരും ചിന്തിക്കാറില്ല എന്നുള്ളതാണ് ഏറ്റവും സത്യമായിട്ടുള്ളൊരു കാര്യം. അതിൻ്റെ ഏറ്റവും നല്ലൊരു ഉദാഹരണമാണിത്. അപ്പോൾ ഇതിനെപ്പറ്റി കഴിഞ്ഞ ദിവസം ട്വിറ്ററിൽ, എക്സിൽ ഒരു കുറിപ്പ് വന്നു. ഇങ്ങനെ ആളുകൾ ഇത് ദുരുപയോഗം ചെയ്യുന്നതും അതിനെ ഖേദകരമായ കാര്യങ്ങളെ പറ്റിയൊക്കെ. അപ്പോൾ അതിനെപ്പറ്റി വലിയ ചർച്ച നടക്കുന്നു ഇൻ്റർനെറ്റിൽ, വലിയ ചർച്ചകൾ നടക്കുന്നു. അപ്പോൾ ഒരു വിഭാഗം പറയുന്നത് ഈ എയർപോർട്ടുകളിൽ JFKയിലാണേലും ന്യൂയോർക്കിലാണേലും അല്ലെങ്കിൽ ഒഹേറിലാണേലും ഒക്കെ ഈ പ്രായമുള്ളവർക്ക് ഈ ബോർഡുകൾ കണ്ടുപിടിക്കാനും എങ്ങോട്ട് പോകണമെന്നോട് ഒക്കെ കണ്ടെത്താനും ഒക്കെ കുറേയേറെ ബുദ്ധിമുട്ടാണ്. അത് ബൈപ്പാസ് ചെയ്യാനായിട്ടുള്ള ഏറ്റവും നല്ല വഴിയാണിത്. അതിനു വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നതെന്ന് ഒരു വിഭാഗം ന്യായീകരിക്കുന്നുണ്ട്. പക്ഷേ എന്നാലും ബാക്കി എല്ലാവർക്കും ആകാമെങ്കിൽ നമുക്ക് മാത്രം ആയിക്കൂടാ എന്ന് പറയുന്നത് അർത്ഥമില്ലാത്തൊരു കാര്യമാണ്. ഇനി അവിടെ ബോർഡുകളും അല്ലെങ്കിൽ അതുപോലുള്ള സൗകര്യങ്ങളും ഇല്ലെങ്കിൽ അത് ആവശ്യപ്പെടാം. അത് ഇല്ലാത്തത് കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് നമുക്ക് പറയുകയും ചെയ്യാം. എങ്ങനെയായാലും ഇതൊരു ദുരുപയോഗം എന്നുള്ള രീതിയിലാണ് നമുക്കൊക്കെ പോലും തോന്നുന്നത്. നമ്മളൊക്കെ പോലും വിമാനം കയറാൻ ചെല്ലുമ്പം ഈ നീണ്ട നിര കാണുമ്പം ഒരു അപലക്ഷണമാണ് തോന്നുക. അത് അപ്പോൾ അമേരിക്കക്കാരുടെ കാര്യം പറയേണ്ടതില്ലല്ലോ. അപ്പോൾ ഇന്ത്യക്കാർക്ക് ഇതാണ് തോന്നുന്നതെങ്കിൽ, നമ്മളെപ്പോലുള്ളവർക്ക് സാധാരണയുള്ള ആളുകൾക്ക് തന്നെ ഇതാണ് തോന്നുന്നതെങ്കിൽ മറ്റുള്ളവരുടെ കാര്യം പറയേണ്ടതുമില്ല. നമ്മളത് ദുരുപയോഗപ്പെടുത്തുന്നു എന്നുള്ളത്. അപ്പോൾ അതിന് ആ ഇൻ്റർനെറ്റിലെ ചർച്ചകളിൽ പലരും പറയുന്നത് ഇതിനൊരു ഫീസ് വെക്കണം ഇത് ഉപയോഗിക്കുന്നവർ, അല്ലെങ്കിൽ മെഡിക്കൽ സർട്ടിഫിക്കറ്റോ മെഡിക്കൽ എന്തെങ്കിലും കാണിക്കണം, രേഖ വല്ലതും കാണിച്ചിട്ട് വേണം ഇത് ഈ വീൽ ചെയർ ഉപയോഗിക്കുന്നതിന്. അങ്ങനെ അല്ലാത്തവർക്ക് വീൽ ചെയർ ഉപയോഗം നിർത്തിക്കളയണം. ഒന്നുകിൽ കാശ് കൊടുക്കണം, അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് വേണം, അല്ലെങ്കിൽ ഇത് രണ്ടും വേണം എന്നുള്ളൊരു സംവിധാനം വരിക. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ വീൽ ചെയർ സൗജന്യമാണ്. അങ്ങനെ സൗജന്യം കൊടുക്കണമെന്നാണ് പറയുന്നത്. ഇന്ത്യയിലായാലും അമേരിക്കയിലായാലും എല്ലാ സൗജന്യം തന്നെ. ഒരു ടിപ്പ് കൊടുത്താൽ മാത്രം മതി ഈ ഉന്തുന്നയാൾക്ക്. അപ്പോൾ അത് സൗജന്യമല്ലാതാക്കിയാൽ നല്ലൊരു പങ്ക് ആളുകൾ ഇത് ഉപയോഗിക്കുന്നത് ഒഴിവാകും, അവർ വേണ്ട എന്ന് വെക്കും. അപ്പോൾ ചുരുക്കം ചിലരായിരിക്കും അത്യാവശ്യമുള്ള ചുരുക്കം ചിലരായിരിക്കും ഇത് ഉപയോഗപ്പെടുത്തുക. എന്തായാലും ഇതിനൊരു മാറ്റം ആവശ്യമുണ്ട്. നമ്മുടെ ആളുകൾ നടക്കാൻ കഴിയുന്ന ആളുകളും ഈ ബോർഡ് വായിച്ചും അല്ലെങ്കിൽ ഓരോ സ്ഥലത്തും എത്താൻ കഴിയുന്ന ആളുകളും അത് ഉപയോഗപ്പെടുത്തുക തന്നെ ചെയ്യണം. ഇത് രോഗികൾക്കും അംഗപരിമിതർക്കും അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ വീൽ ചെയർ. അത് എല്ലാ ജനങ്ങളും അതങ്ങ് ഉപയോഗിക്കുന്നൊരു സ്ഥിതി വന്നാൽ അതും ശരിയല്ല.
അപ്പോൾ അങ്ങനെയുള്ള കാര്യത്തിൽ ഒരു മാറ്റം നമ്മുടെ ചിന്താഗതിയിലും ഉണ്ടാവേണ്ടതുണ്ട് എന്ന് തോന്നുന്നു.